ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു AK ട്രാവൽ ലോഗ്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. അതോടൊപ്പം നല്ലൊരു ശനിയാഴ്ച ദിവസവും ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ അടുത്താണ്. നമുക്ക് നെയ്യാറ്റിൻകര ഉദയംകുളങ്ങര എന്നൊരു ഓഫ്ലൈൻ ട്രിപ്പ് കിട്ടി. അങ്ങനെ ഇപ്പോൾ അത് ഡൊമസ്റ്റിക്കിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞിട്ട് യൂബർ ഓൺ ചെയ്തു. അപ്പോൾ ഇന്ന് യൂബറിന്റെ നിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ പൊതുവെ ഭയങ്കര ശോകമായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അതായത് നമുക്ക് നോക്കാം. എന്നാലും ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് കൊച്ചുവേളിയിലോട്ടോ അല്ലെങ്കിൽ ചാക്ക സൈഡിലോട്ടോ ഒന്ന് ജസ്റ്റ് പോയി നിൽക്കാം. അപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും സൈഡിൽ നിന്ന് ട്രിപ്പ് അടിക്കും. അപ്പോൾ ആ ട്രിപ്പും എടുത്ത് നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരെയും നമ്മുടെ വീഡിയോ കാണുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ട് ബാക്കി വീഡിയോസും എൻ്റെ വിശേഷങ്ങളും കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചാക്കയിലൊക്കെ വെയിറ്റ് ചെയ്തു. ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ അതൊക്കെ പേട്ട സൈഡും കുറച്ച് നേരം നിന്നു നോക്കി, ട്രിപ്പില്ല. അപ്പോൾ കണ്ണമൂല സൈഡിലോട്ട് വന്നപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. പൊതുജനം റോഡിൽ നിന്നാണ് പിക്കപ്പ് കാണിച്ചത്. അപ്പോൾ കണ്ണമൂല കഴിഞ്ഞ് പൊതുജനം ജംഗ്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ പോയി ട്രിപ്പ് എടുക്കണം. പക്ഷേ ലൊക്കേഷൻ എങ്ങോട്ടാണെന്ന് കാണിച്ചില്ല. ഏതാണ്ടൊരു 200 രൂപ അടുപ്പിച്ച് കാണിച്ചു. പക്ഷെ ലൊക്കേഷൻ വായിച്ചിട്ട് മനസ്സിലായില്ല. ഏതോ ഒരു ചർച്ചിന്റെ പേരൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം, പോയി നോക്കാം എവിടെയാണ് പിക്കപ്പ് ഓക്കെ, എവിടെയാണ് ഡ്രോപ്പ് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ആദ്യം പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. നമ്മൾ പൊതുജനം ജംഗ്ഷനിലോട്ട് കയറി. ഇന്ന് ഉമ്മൻചാണ്ടി മരിച്ചിട്ട് മൂന്നാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. അപ്പം അതിൻ്റെ ഒരു തിരക്ക് ജംഗ്ഷനിലുണ്ട്. പൊതുജനം ജംഗ്ഷൻ്റെ അകത്ത് കയറി ലെഫ്റ്റ് എടുത്ത് നേരെ വന്നപ്പോൾ 2 റോഡായിട്ട് പിരിഞ്ഞു. അവിടെ നെല്ലിക്കുഴി എന്നൊരു സ്ഥലമുണ്ട്, അതിലോട്ടാണ് ഇറങ്ങിയത്. നല്ല ഇടുങ്ങിയ റോഡാണ്. ഒരു കാറും ഓട്ടോയും കൂടെ വന്നു കഴിഞ്ഞാൽ സ്റ്റക്കായി നിൽക്കും. അത്രയ്ക്ക് ഞെരുക്കമുള്ള ഒരു കുഞ്ഞു റോഡാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഭാഗത്തുനിന്ന് എവിടുന്നോ ആണ് പിക്കപ്പ്. ലൊക്കേഷൻ എത്താറായി. എന്തായാലും നമുക്ക് ഏത് ലൊക്കേഷനായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്തല്ലേ പറ്റൂ. നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാം. കസ്റ്റമറെ പുറത്തൊന്നും കാണുന്നില്ല. കസ്റ്റമറെ കണ്ടു. അപ്പോൾ വണ്ടി തിരിക്കാൻ നിർവാഹമില്ല ഒരിടവും. കസ്റ്റമർ പറഞ്ഞു അറ്റം വന്നിട്ട് വണ്ടി തിരിച്ച് വരാൻ. ഇതെന്ത് റോഡാണ്, അല്ലാത്തൊരു റോഡാണല്ലോ. ഇങ്ങനെയുള്ള റോഡുകളിലുള്ള
പിക്കപ്പാണ് പ്രശ്നം. റോഡാണെങ്കിൽ ഇങ്ങനെ കോണിച്ച് വെട്ടിയിരിക്കും പോലെയാണ് വെട്ടിയിട്ടുള്ളത് റോഡ്. ഇറക്കവും കയറ്റവും വളവും, ആ വളവിന്റെ നടുക്കൊരു വലിയ കുഴിയും എല്ലാം ഉണ്ട്. ഓ, എങ്ങനെയെന്തോ ഇങ്ങനെയുള്ള ഇവിടെ വഴി കൂടെയൊക്കെ വണ്ടി ഓടിക്കുന്നു, വല്ലാത്ത പാട് തന്നെ. ഒരു ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയുള്ള വീതിക്കാണ് റോഡ് വെട്ടിയിട്ടുള്ളത്. കസ്റ്റമർ വന്നു. ഇപ്പൊ ഫ്രണ്ട്സ്, നമ്മള് പൊതുജനം റോഡിനകത്തുനിന്ന് എടുത്ത ട്രിപ്പ് ഇവിടെ കഴക്കൂട്ടത്തായിരുന്നു ഡ്രോപ്പ്. കഴക്കൂട്ടത്തൊരു ചർച്ച്, അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചർച്ചിൻ്റെ അടുത്തായിരുന്നു ഡ്രോപ്പ്. അത് കഴിഞ്ഞ് കഴക്കൂട്ടം കാര്യവട്ടം റോഡിലോട്ട് വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാപ്പിയൊക്കെ കുടിച്ചു. അങ്ങനെ ഇവിടെ ഒരു 15-20 മിനിറ്റ് ഓളം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ഒരു ട്രിപ്പ് അടിച്ചു. ഗാന്ധിപുരത്തു നിന്നാണ് പിക്കപ്പ്. ഗാന്ധിപുരത്തു നിന്ന് വഞ്ചൂരാണ് ഡ്രോപ്പ്. അങ്ങനെ ഗാന്ധിപുരത്തോട്ട് പോകുന്നു കസ്റ്റമറെ പിക്ക് ചെയ്യാൻ. നമുക്ക് ഇവിടുന്ന് കാര്യവട്ടത്തുനിന്ന് ലെഫ്റ്റ് കയറി പോവാം, അതാണ് എളുപ്പം. കാര്യവട്ടം ജംഗ്ഷൻ എത്തി. ാണ് നമ്മുടെ കസ്റ്റമർ പിക്കപ്പ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗാന്ധിപുരത്തു നിന്ന് പിക്ക് ചെയ്ത ട്രിപ്പ് കഴിഞ്ഞു. അതിവിടെ പാറ്റൂർ ഏസർ മോളിൻ്റെ അടുത്തായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വണ്ടി കൊണ്ടുവന്ന് ഒതുക്കിയിടാം. എന്നിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഏതാണ്ടൊരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പള്ളിമുക്ക് സൈഡിൽ നിന്ന് തന്നെ ഒരു ട്രിപ്പ് അടിച്ചു. സ്ഥലം ഏതോ വെൽനസ് സെൻ്ററാണ് കാണിച്ചത്. അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് എവിടെ നിന്നാണ് പിക്കപ്പ് 300-400 മീറ്റർ ഉണ്ട്. ഇന്നും ഭയങ്കര ഗ്യാപ്പ് ഇട്ടാണ് അടിക്കുന്നത്. ഇന്നും ട്രിപ്പ് കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും കിട്ടിയ ട്രിപ്പ് നമുക്ക് എടുക്കാം. നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. നമുക്ക് ഫെയർ സലൂണിൽ നിന്നാണ് പിക്കപ്പ്. ഫ്രണ്ട്സ്, നമുക്ക് ആ ഡ്രോപ്പ് കഴിഞ്ഞു. ആറ്റിൻകുഴി ഭാഗത്തായിരുന്നു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും തണലുള്ള സ്ഥലം നോക്കി ഒന്ന് പാർക്ക് ചെയ്യണം. ഒന്ന് ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിലും ഭയങ്കര ചൂടും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു തണലുള്ള സ്ഥലം നോക്കി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കുമോ ഇല്ല നോക്കാം. ഇപ്പോൾ ഈ ട്രിപ്പ് അടിച്ചതും ഭയങ്കര ഗ്യാപ്പ് വിട്ടാണ് ട്രിപ്പ് അടിച്ചത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം പോസ്റ്റായിരുന്നു.
അത് കഴിഞ്ഞതിന് ശേഷമാണ് ട്രിപ്പ് അടിച്ചത്. എന്തായാലും ഇനി അടുത്ത് ട്രിപ്പ് അടിക്കുമല്ലേ നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു തണൽ സൈഡ് നോക്കി വണ്ടി ഒതുക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ കഴക്കൂട്ടം സൈഡിൽ ഇങ്ങനെ വണ്ടി ഒതുക്കാൻ വേണ്ടി നോക്കി നടന്നപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. കാര്യവട്ടത്തുനിന്ന് ആണ് ട്രിപ്പ് അടിച്ചത്. കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ദൂരം പോയി പിക്ക് ചെയ്തിട്ട് അവിടെ ട്രാൻ ഹോസ്പിറ്റലിലാണ് ഇറക്കേണ്ടത്. ഒരുവാതിൽ കോട്ടയുള്ള ട്രാൻ ഹോസ്പിറ്റലിലാണ് ഇറക്കേണ്ടത്. അപ്പോൾ നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാം. JJ ഗാർഡൻ റോയൽ വില്ലാസ് ഇതിനകത്തെന്നാണെന്ന് തോന്നുന്നു. നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞു. കാര്യവട്ടത്ത് നിന്ന് പ്രാൺ ഹോസ്പിറ്റലിൽ ട്രിപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം നല്ല വെയിൽ, ഒരിടം തണലില്ല. തണലുള്ള സ്ഥലം നോക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലും ട്രിപ്പ് അടിക്കുമോ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ചാത്തന്നൂരാണ്. ചാത്തന്നൂരിലെ ശീമാട്ടി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആ ജംഗ്ഷനിലാണ്. ഇതാണ് ആ ജംഗ്ഷൻ. ഇവിടെ ആ കാണുന്ന ശീമാട്ടി ഷോപ്പിംഗ് സെന്റർ കണ്ടോ, നേരെ കാണുന്നത്. അത് വന്നതിന് ശേഷമാണ് ഈ ജംഗ്ഷന് ശീമാട്ടി ജംഗ്ഷൻ എന്ന് പേര് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്തോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ട്രിവാൻഡ്രത്തെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ വെച്ച് നിർത്താം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ആയിരുന്നു ഭയങ്കര ശോകം. എന്തായാലും നമുക്ക് ഇന്നിവിടെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരുടെയും ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യണം. വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. അടുത്തൊരു ദിവസം നമുക്ക് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നല്ലൊരു സൺഡേയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.